ഇന്നത്തെ റീഡിംഗ് ഏസ് ഓഫ് വാൻസ്, ഡെത്ത് കാർഡ്. ഈ രണ്ട് കാർഡുകളുടെ നോക്കാം. രാവിലെ എനിക്ക് കിട്ടിയ കാർഡാണ് ഏസ് ഓഫ് വാൻസ്. ഈവനിങ് യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് നൽകുന്നു നോക്കിയപ്പോൾ ഡെത്ത് കാർഡും കിട്ടി. വീണ്ടും എൻ്റെ കൈകളിൽ ഏസ് ഓഫ് വാൻസ് എത്തുകയും ആ രണ്ടും കാർഡും കൂടി ഒരുമിച്ച് ഇന്നത്തെ എനർജി നോക്കാമെന്ന് കരുതി ഏസ് ഓഫ് വാൻസ് അത് അദൃശ്യമായിട്ട് ഒരു കൈ നമ്മുടെ നേർക്ക് നീളുന്നു. അതായത് നമുക്ക് ലഭിക്കുന്ന പുതിയ അവസരങ്ങൾ, സാഹചര്യങ്ങൾ, ഓപ്പർച്യൂണിറ്റീസിനെയാണ് ഏസ് ഓഫ് വാൻസ് സൂചിപ്പിക്കുന്നത്. തൊഴിൽ രംഗത്ത് നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ അതിൽ നിരാശപ്പെടേണ്ട എന്നും പുതിയ അവസരം നമുക്ക് കിട്ടുമെന്നും ആ അവസരങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുകയാണ് എങ്കിൽ നമുക്കതിൽ ഉയർച്ച, ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകും. ചിലപ്പോൾ തൊഴിൽ രംഗത്ത് തടസ്സങ്ങളോ അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടോ ഏതെങ്കിലും തരത്തിൽ സഹപ്രവർത്തകരിൽ നിന്ന് നമുക്ക് അനുകൂലമല്ലാത്ത രീതിയിലുള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ ജോലി മാറണമെന്ന ചിന്തയോ ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഒരു ജോലിയും ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കാം. ഇതിലൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷയായിട്ട് പുതിയ അവസരം വരുന്നു എന്നും അതിലും വെല്ലുവിളികൾ ഉണ്ടാകാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ കഴിവുകളെടുത്ത് വിനിയോഗിക്കുകയാണ് എങ്കിൽ ഉയർച്ച ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. ഡെത്ത് കാർഡ് എല്ലാവരും നെഗറ്റീവായിട്ട്, ഇത് ആത്യന്തികമായ മരണത്തെ അല്ല സൂചിപ്പിക്കുന്നത്, ഒരു പുതിയ ഉണർവിനെ, ഒരു ട്രാൻസ്ഫോർമേഷനെയാണ്, ഒരു പരിവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതുവരെ നമ്മൾ കടന്നുപോയ സാഹചര്യങ്ങൾ കൈപ്പേറിയതായിരിക്കാം, കഠിനമായിരിക്കാം. അപ്പോൾ അതിൽ നിന്ന് അവയൊക്കെ മാറിയിട്ട് ഒരു ഉന്മേഷകരമായ ഒരു ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരണം സംഭവിക്കുന്നു എന്ന് നമ്മിലേക്ക് കടന്നു വരുന്ന പുതിയ അവസരങ്ങളെയുമാണ് ഡെത്ത് കാർഡ് സൂചിപ്പിക്കുന്നത്. പൊതുവിൽ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് കാർഡും നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളെ നന്നായിട്ട് വിനിയോഗിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കടന്നു വരുമെന്നും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നും തന്നെയാണ് സൂചിപ്പിക്കുന്നത്. തൊഴിൽ രംഗത്ത്, ആരോഗ്യപരമായ കാര്യങ്ങളിൽ, ബന്ധങ്ങളിൽ, സാമ്പത്തികമായിട്ട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എങ്കിൽ അവയെയും മറികടക്കാനുള്ള ഒരു അവസരം നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടും. ആ അവസരത്തെ നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ എഫേർട്ട്, ഹാർഡ് വർക്ക് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിജയം നേടാൻ സാധിക്കും എന്നു തന്നെയാണ് ഈ രണ്ട് കാർഡും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ശുഭകരമായ ചിന്തയോടുകൂടി നമുക്ക് മുന്നിൽ യൂണിവേഴ്സ് തുറന്നു തരുന്ന അവസരങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളും കൂടെ ബന്ധിപ്പിക്കുമ്പോൾ ജീവിതത്തിൽ മറ്റൊരിക്കലും കാണാത്ത, അല്ലെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള വിജയത്തിലേക്ക് നമുക്ക് കടക്കുവാൻ സാധിക്കും.